മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ആശാ വർക്കർമാർ ഇന്ന് മാർച്ച് നടത്തും. മുഖ്യമന്ത്രിയെ കാണാൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ക്ലിഫ് ഹൗസ് മാർച്ച്. ഫെബ്രുവരി 10-ന് സമരം. ഏത് സമരം? വേറെ നാടകം. ആ നാടകത്തിനൊക്കെ നമ്മളെന്തിനാ പോകുന്നത്? ചേച്ചി എന്താ കഴിച്ച്? കഞ്ഞി പിടിച്ചു. മോൻ നോക്കുന്നുണ്ടോ നല്ലതുപോലൊക്കെ? കുഴപ്പമില്ല, നല്ല ചുമ. നിങ്ങൾക്ക് കൂടെ വേണ്ടിട്ടല്ലേ അവർ വെയിലത്തും മഴയത്തും കിടന്ന് സമരം ചെയ്യുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കിട്ടോ? ന്യായമുള്ള സമരമായിരുന്നു, ഞങ്ങളും പങ്കെടുക്കാൻ. ആശാ സമരത്തോട് സർക്കാർ നീതി പാലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം അമ്മയ്ക്ക് അറിയാവോ? ഈ പ്രതിപക്ഷം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേന്ദ്രത്തിൽ ആശാ പദ്ധതി വരുന്നത് കേട്ടോ. എന്നിട്ട് ആശാ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നില്ല ഈ പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന VS ആണ് ഞങ്ങൾ ആശമാരെ എടുത്തതും ഈ പദ്ധതി നടത്തി കൊണ്ടുവന്നത്. അതിനുശേഷം വന്ന പിണറായി സർക്കാരാണ് 1000 രൂപയിൽ നിന്നും ഈ 10 വർഷം കൊണ്ട് 9000 രൂപ ഇപ്പോൾ ഓണറേറിയമാക്കി ഞങ്ങൾക്ക് തന്നത്. കേന്ദ്രം കൊണ്ടുവന്ന പ്രോജക്റ്റായത്. എന്നിട്ട് കേരളമാണ് ഞങ്ങൾക്ക് ഓണറേറിയം തരുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനത്തിലുള്ള ആശാവർക്കർമാർക്കാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം വാങ്ങിക്കുന്നത്. എന്നിട്ടാണ് ആ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്. അവന് വിവരമില്ലാക്കളെ ഫോണിൽ വല്ലതും കാണുന്നത് വെച്ച് വിവരക്കേട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണ്ടേ അമ്മ സംസാരിക്കാൻ? അതൊന്നും അന്വേഷിക്കത്തില്ല. കേന്ദ്രമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവര് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. എന്ത് ഓണം നിനക്ക് ചേച്ചി? ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഇങ്ങോട്ട് ഒന്നും അറിയാതെ ഒന്നും പറയുന്നു. കേന്ദ്രമേ ഞങ്ങളെ സ്ഥിരം തൊഴിലാളിയെ അംഗീകരിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. കേന്ദ്രം വിചാരിക്കണം. ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. ചേട്ടൻ ഇതിനെ കുറിച്ചൊരു ധാരണയില്ലല്ലേ? 26,000 പ്രയോജനം. ഓ നന്ദു ആറാ മോനാടാ? എന്റെ അവൻ എവിടെ എന്നാ പഠിക്കുന്നേ? അനിയന്റെ അടുത്ത്. അവൻ ആരാ ചെലവിന് കൊടുക്കണ്ടേ? ഞാൻ. അത്തണേ ഉള്ളു. തുടർന്നും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ വന്നാൽ മാത്രമേ നിലവിലുള്ള ആശാവർക്കർമാർക്ക് അവരുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടുള്ള തുകകൾ വർദ്ധിപ്പിച്ച് ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് ബോധ്യമുള്ളത് ഇതേവരെയുള്ള LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും കേരളത്തിൽ ഈ ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സാരഥികളും വിജയിച്ചു വന്നുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തുടർഭരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആശമാരുടെയും ആഗ്രഹം. ആശമാർക്കൊപ്പം മറ്റാരുണ്ട് LDF അല്ലാതെ?